അതർണട വലിയടി. വലിയട്ടി ചെറിയ പ്ലാന്റ് ഉണ്ട് കൊടുക്കാൻ. കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ആൾക്കാർ മഹാറാണി മദർ പ്ലാന്റ് ചോദിച്ചു വന്നു. അപ്പം എൻ്റെ കൊടുക്കാനില്ലായിരുന്നു. അപ്പം ഞാൻ കഴിഞ്ഞ വർഷം അസൈല് കുറച്ച് പ്ലാന്റ് മാറ്റി വെച്ചിരുന്നേ മദർ ആക്കാൻ വേണ്ടിയിട്ട്. ഒരു വർഷമായ പ്ലാന്റ്. കഴിഞ്ഞ വർഷം 12 ഇഞ്ച് ഇത് 14 ഇഞ്ച്. 14 ഇഞ്ച് പോട്ടോ. തായ്വാനീസ് ഗേൾ വെരിഗേറ്റഡ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. പുതിയ വെറൈറ്റി ആണ്, ലേറ്റസ്റ്റ് ആണ്. തായ്വാനീസ് ഗേൾ ഗ്രീൻ ലീഫും ഉണ്ട്, വെരിഗേറ്റഡും ഉണ്ട്. ഇത് വെരിഗേറ്റഡ് ആണ്. അതിന്റെ ചെറിയ തൈകളാണ്. ഇത് എത്ര സെയിലിനുള്ള പ്ലാന്റ്. ഇത് ബ്ലൂബെറി മിനി, ബ്ലൂബെറി ഐസിന്റെ ഒരു മിനിയേച്ചർ ടൈപ്പ് ആണ്. ഇത് ഇലകൾ വളരെ ചെറുതും പൂക്കൾ ഇങ്ങനെ. ഇത് അടർണ. ഇത് പിങ്ക് പാന്തർ, വൈറ്റ് പാന്തർ നമ്മൾ മൾട്ടി ചെയ്തതാണ്. ഇത് വൈറ്റ് പാന്തർ. ഇതിനകത്ത് കാണുന്നത് ഇത് വൈറ്റ് പാന്തർ. ഇത് പിങ്ക് പാന്തർ. ഇതിനകത്തൊരു ഗോൾഡൻ ലീഫ് വന്നിട്ട് വൈറ്റും. ഇത് ജുവൽ വൈറ്റ്. ജുവൽ വൈറ്റ്. ഫ്ലെയിം റെഡ് വെരിഗേറ്റഡ്. ഫ്ലെയിം റെഡിന്റെ വെരിഗേറ്റ്, നോർമൽ ഫ്ലെയിം റെഡിന്റെ വെരിഗേറ്റഡ്. ഇത് ഹാങ്ങിങ് ഒക്കെ ചെയ്യാൻ നല്ലതാണ്. ഇത് മൾട്ടി. ഇത് ഫ്ലെയിം ഫയറോപ്പാൽ റൂബി മൾട്ടി. ഈ ഫോട്ടോ ഇരിക്കുന്നതൊക്കെ അങ്ങനെയാണ്. ഇത് നമ്മുടെ മദർ പ്ലാന്റ് ആണ്. റെഡിന്റെ മദർ പ്ലാന്റ്. ഫ്ലെയിം റെഡ്. ഫ്ലെയിം റെഡ് മാത്രം. ഇത് റൂബി റെഡ്. ഇത് റൂബി റെഡ്. റൂബിയും ഇത് മൂന്നും ഉണ്ട് ഇതിനകത്ത്. ഇതൊക്കെ ഫ്ലവർ കഴിഞ്ഞു, നിറയെ ഫ്ലവർ ആയിരുന്നു. ബ്രിസ പീച്ച്. ബ്രിസയിലെ ഏറ്റവും ഭംഗിയുള്ള വെറൈറ്റിയാണ് ബ്രിസ പീച്ച്. ഗ്രാഫ്റ്റഡ് ആണ് ഒരു പ്ലാന്റ്. ബ്രിസ റെഡ് ആണ്. ബ്രിസ റെഡിന്റെ ചെറിയ തൈകൾ കൊടുക്കാം. 7 ഇഞ്ച് പോട്ടിലും ഉണ്ട്, 6 ഇഞ്ച് പോട്ടിലും ഉണ്ട്. ഇനി അങ്ങോട്ട് പോയി നോക്കി, അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ടെറസിന്റെ മേലെ ഉണ്ടല്ലേ പിങ്ക് പാന്തർ. പിങ്ക് പാന്തർ എന്ന് പറയുന്ന പ്ലാന്റ് നമ്മൾ ചെയ്തതാണിത്. അതിന്റെ ഇലകൾ ഒരു ഗോൾഡൻ ഷെയ്ഡ് വരും. ഇങ്ങനെ പിങ്ക് പാന്തറിന്റെ തൈകൾ നമുക്ക് സെയിലിനുണ്ട്. നല്ല ഭംഗിയാണ്. ഇതിന്റെ വൈറ്റും ഉണ്ട്, വൈറ്റ് പാന്തർ. ഇതിന്റെ കുഞ്ഞു ചട്ടി, തീരെ ചെറിയ ചട്ടി സെയിലിനുണ്ട്. ഇത് റെഡ് ടാങ്ലോങ്. ടാങ്ലോങ്ങിന്റെ വലിയ പ്ലാന്റുകളാണ്. ടാങ്ലോങ്ങിലെ ഏറ്റവും ഭംഗി ഈ റെഡ് ടാങ്ലോങ് തന്നെയാണ്. പിന്നെ യെല്ലോ ടാങ്ലോങ് ഉണ്ട്, പർപ്പിളും ഉണ്ട്. നമ്മുടെ ഇപ്രാവശ്യം റെഡ് ടാങ്ലോങ് മാത്രമാണ്. ഇതും വലിയ പോട്ടോ, 15 15 പോട്ട്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് കരുനാഗപ്പള്ളിയിൽ പുത്തൻതെരുവ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ബി ഗാർഡനിലാണ്. കഴിഞ്ഞ കൊല്ലം ഇതേ സമയത്ത് വന്നിട്ട് ഒരു വീഡിയോ ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ വീഡിയോനേക്കാൾ ഉപരിയായിട്ട് തന്നെ ഇപ്പോൾ ഈ ഗാർഡൻ നോക്കി ഭയങ്കര വലിയൊരു സെറ്റപ്പാക്കി. കഴിഞ്ഞ പ്രാവശ്യം ഒരു ഹോം ഗാർഡൻ ആയിരുന്നത്. സ്ഥലം ദേ മെമ്മറീസ് ഇൻ ഹോട്ടൽ, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ ബി ഗാർഡൻ. സുഖമായിട്ടിരിക്കുന്നു. ഇപ്രാവശ്യം കണ്ടമോനല്ലേ, കുറച്ച് പൂക്കൾ കുറവല്ലേ? ഇപ്പൊ കുറച്ച് പൂക്കളെന്ന് വെച്ചാൽ ഇടയ്ക്ക് ഒരു പ്രാവശ്യം പൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 27 ദിവസം കഴിഞ്ഞാൽ ആ പൂ മൊത്തം പോകും. ഒരു മാസത്തിനകത്തേ പൂക്കൾ നിൽക്കത്തുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഫ്ലവറിങ് തുടങ്ങും. വൈറ്റ് പോട്ടിൽ വെക്കണം ഭയങ്കര രസമല്ലേ? അതെ അതെ. വൈറ്റിലാകുമ്പോൾ പ്രത്യേക ഒരു ഷൈനിങ് ആണ്. ഷൈനിങ് ആണ് വൈറ്റ്. ഇവരൊക്കെ കണ്ടില്ലേ വലിയ റിംഗ് പോട്ടിൽ ഇരിക്കുന്നത് സാധനം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പരിചയപ്പെടുത്താം. ബുഷറ എന്നാണ് പേര്. ബി ഗാർഡൻ എന്നാണ് അതിന്റെ പേര് കേട്ടോ. അപ്പോൾ കരുനാഗപ്പള്ളിയിൽ നിന്ന് വരികയാണെങ്കിൽ പുത്തൻതെരുവ് കറക്റ്റ് അല്ലേ? കരുനാഗപ്പള്ളിയിൽ നിന്ന് വരുവാണെങ്കിൽ പുത്തൻതെരുവ് ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ഒരു കുറച്ച് ഇങ്ങോട്ട് വരണം. ഓക്കെ. നിങ്ങൾ ശരിക്കും ഇവിടെ വന്നിട്ടാണ് ആൾക്കാർ എടുക്കുന്നത്? അതെ അതെ, ഇവിടെ വന്നിട്ടാണ് കൂടുതലും ആൾക്കാർ എടുക്കുന്നത്. ഇവിടെ വന്നിട്ട് തന്നെയാണ്. നമുക്ക് കൊറിയറോ അങ്ങനെയുള്ളതൊന്നുമില്ല? കൊറിയർ ബുദ്ധിമുട്ടാണ്. നമുക്ക് പെറ്റ് സർവീസ് അവൈലബിൾ ആണ്. ശരി. ഹൈവേ ഡെലിവറി മാത്രം. ഇതിപ്പോ വീടിന്റെ ഏകദേശം ഒരു സൈഡാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. നമുക്ക് അവിടെ നിന്ന് തുടങ്ങിയിട്ട് പോരാ അല്ലേ? ഹുവായ് വൈറ്റ് അല്ലേ? ഇതിന്റെ ചെറിയ തൈകളുണ്ട് നമുക്ക്? ഇതിന്റെ ചെറിയ തൈകളുണ്ട്. നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതാണ് കൂടുതലും. പിന്നെ നമ്മൾ പ്ലാന്റ് എടുത്തിട്ട് വളർത്തി വെക്കുന്നത്. റെഡ് വെൽവെറ്റ്. റെഡ് വെൽവെറ്റ് ആണ് അല്ലേ? റെഡ് വെൽവെറ്റിന്റെ നല്ല തൈകളുണ്ട്. ഇതൊക്കെ നമുക്ക് നമുക്ക് അപ്പുറത്ത് വേറെ നഴ്സറി കൂടെ ഉണ്ട്. ഇവിടെ നമ്മൾ സെറ്റ് ആവുന്ന പ്ലാന്റുകൾ ഇങ്ങോട്ട് കൊണ്ടുവെക്കാം. ഇത് ഒരു 7 ഇഞ്ച് പോട്ട് അല്ലേ? ഇതൊരു 7 ഇഞ്ച് പോട്ടില് റെഡ് വെൽവെറ്റ്. വലിയ പ്ലാന്റുകളാണ്. ഇത് റൂട്ടഡ് ആണോ? ഇത് റൂട്ടഡ് ആണ്. ഹവായ് വയലറ്റ്, ഇത് ഹവായ് വൈറ്റ്. ഇത് അത് തന്നെയാണ് റെഡ് വെൽവെറ്റിന്റെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എടുത്ത അതേ പ്ലാന്റുകളാണ്. ഇത്രയും വലുതായി. ഓരോ വർഷം കഴിയുന്നവർ ഇങ്ങനെ വലുതാവും. ഇതിപ്പോ നമ്മള് ഇത് സെയിൽ ചെയ്യത്തില്ല, അതാണ് വെച്ചേക്കുന്നത്. ഇതിന്റെ തൈകൾ മാത്രമേ സെയിൽ. ഇത് ഹവായ് വയലറ്റ് തന്നെ. ഇതൊക്കെ ഇതിന്റെ ചെറിയ തൈകൾ അല്ലേ? ചെറിയ തൈകൾ. ഇതിങ്ങനെ അറ്റത്ത് മാത്രം പൂക്കളുണ്ടാവും. അതെ അതെ. ഇതിന്റെ വലിയ പോട്ടുണ്ടോ കൊടുക്കാൻ? അതിന്റെ വലിയ പോട്ടും ഉണ്ട്, ചെറിയ പോട്ടും ഉണ്ട്. ഈ ഒരു അളവുണ്ട്, ഇതിന്റെ വലുതും ഉണ്ട്. ഇത് ഫയറോപ്പാൽ ഓറഞ്ച്. ഇത് അടർണ. ഞാൻ ഇവിടെ ഒരെണ്ണം ഇങ്ങനെ വെക്കാം. അടർണ ഇങ്ങനെ നമുക്ക്. ഇത് ഗ്രാഫ്റ്റഡ് ആണല്ലേ? അത് ഗ്രാഫ്റ്റഡ് ആണ്. പക്ഷെ അത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ചിലർക്ക് വാങ്ങിക്കുന്നതിന് ബുദ്ധിമുട്ടാണ്. അതിന്റെ മുരടിലോട്ട് കണ്ടോ, അത് രണ്ടും ഒരേപോലെ സെറ്റായി കഴിഞ്ഞിരിക്കും. ഇപ്പം 2 വർഷം കൊണ്ട് ഇങ്ങനെ ആകും. സയണ ഏതാ ഒക്കെ അറിയാൻ മേത്ത രീതിയിലാകും. ലേഡി ബേർഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി. ലേഡി ബേർഡിന്റെ
വലിയ പ്ലാന്റുകൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഇത് ടൈഗർ സ്നോഫ്ലൈക്സ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. പുതിയ വെറൈറ്റിയാണ്, ലേറ്റസ്റ്റ് ആണ്. ഇതിങ്ങനെ ലീഫിന് വെരിഗേഷൻ വന്നിട്ട് ഇങ്ങനെ നല്ലൊരു റെഡ് കളർ വിരിഞ്ഞിട്ട് ഒരു പിങ്കിലോട്ട് മാറും. നല്ല ഭംഗിയുള്ള പ്ലാന്റ്. ഇത് നമ്മൾ ചെയ്തതാണ്. ഇത് മൾട്ടിയാണ്, ഫ്ലവർ ആവുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 4 കളർ 5 കളർ വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കും. ഇത് മഷൂരി പീച്ചും മഷൂരി പിങ്കും രണ്ടുകൂടെ ചേർത്ത് ചെയ്ത്. അതിനകത്ത് ഫ്ലവർ ആവുന്നത് അതും കുറച്ച് വലിയ ചട്ടിയാട്ടോ, ഒരു 15 പോട്ടാണ്. അതെ, 15 പോട്ടാണ്. ഇതോ ഈ ഇരിക്കുന്നതൊക്കെ ഇത് സൺസ്റ്റോൺ റെഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇതൊക്കെ വലിയ പ്ലാന്റ് മാത്രമേ ഉള്ളൂ ഇപ്പം അവൈലബിൾ. ഇത് ഗെയ്ഷയുടെ വലിയ പ്ലാന്റ്. ഇതിങ്ങനെ ഒരു ഷെയ്ഡ് വരാറുണ്ട് ഇതിനകത്ത്, ഒരു ലൈറ്റ് പിങ്ക് വരും. കണ്ട ഇരിക്കുന്ന അർജുനയുടെ വലിയ പ്ലാന്റുകളാണ്. പിന്നെ അതിന്റെ ബാക്കി ഫ്ലെയിം റെഡ് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു മതിലിന്റെ സൈഡിൽ ഇങ്ങനെ സെറ്റ് ചെയ്തേക്ക്. ഇത് നമുക്കിങ്ങനെ ഫ്ലെയിം റെഡ്, ഫയറോപ്പാൽ, റൂബി ഇങ്ങനെ ഒരു സൺറൈസ് വൈറ്റും കൂടെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ മതിലിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യാം. ഇത് സക്കൂറയുടെ വലിയ പ്ലാന്റുകൾ, ഇത്രയും വലിയ പോട്ടാണ്. ജുവലിന്റെ വെരിഗേറ്റഡ് ആണ്. ജുവൽ വെരിഗേറ്റഡ് പീച്ച്, ഇത് പീച്ച്, ഇത് പിങ്ക്, പിന്നെ ഒരു യെല്ലോ ഷെയ്ഡും കൂടെ ഉണ്ട്. യെല്ലോ നല്ല ഫ്ലവർ ആയി വരുന്നത്. വെരിഗേറ്റഡ് ലീഫ് നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഒന്നും ചെറുത് നമുക്കിപ്പോ ഇല്ല. ഇത് മൾട്ടി 2 ചെയ്തതാണ്. ഇതില് ഇതുണ്ടല്ലേ ഫ്ലെയിം റെഡ്, റൂബി റെഡ്, ചില്ലി യെല്ലോ, ചില്ലി ഐസ്ക്രീം. ഇത് ഇവിടെ ഒരു നല്ല ഭംഗിയുള്ള ഇത് ഇവിടെ ചെയ്താ ഇത് നമ്മൾ ചെയ്തതാ. ഇത് ഏത് വെറൈറ്റി? ഇത് ഗോൾഡൻ പെട്രോ ബാംബിനോ. നിറയെ പൂക്കളായിരുന്നു, പക്ഷെ ഇപ്പം ഫ്ലവർ കഴിഞ്ഞു പോയി. ഇതിപ്പോ നമുക്ക് ഇങ്ങനെയുള്ള ഗ്രാഫ്റ്റിംഗ് ഒക്കെ എത്ര ലാസ്റ്റ് ചെയ്യും? എത്ര നാൾ നിൽക്കും ഗ്രാഫ്റ്റിംഗ്? കാലാകാലങ്ങൾ നിൽക്കും, ഒരു കുഴപ്പമില്ല. അതിന്റെ ചൂട് പോകാതെ നോക്കിയാൽ മതി. ഗ്രാഫ്റ്റിങ്ങിന്റെ പ്രശ്നമില്ല. ഇത് കണ്ട ഗ്രാഫ്റ്റിംഗ് ചേർന്ന് കഴിഞ്ഞു, അങ്ങനത്തെ ചേർന്നു. ഗോൾഡൻ പെട്രോ ബാംബിന്റെ ചെറിയ പ്ലാന്റുകളാണ്. ഇതും ഗ്രാഫ്റ്റഡാ? അതെ, എല്ലാം ഗ്രാഫ്റ്റഡാ. ഇത് റൂട്ട് പെട്ടെന്ന് പിടിക്കില്ല അല്ലേ? അതെ, ഹൈബ്രിഡ് വെറൈറ്റി റൂട്ട് പിടിപ്പിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാ. കുറേ നാള് റൂട്ട് പിടിപ്പിക്കണമെങ്കിൽ നമുക്ക് നല്ല കട്ടിയുള്ള സയൺ വേണം. അങ്ങനെയൊക്കെ ആയിക്കട്ടെ. ഇതൊക്കെ ഇനി വെട്ടി ഗ്രാഫ്റ്റ് റൂട്ടാക്കാം. ഇതൊക്കെ റൂട്ടാക്കാം. അപ്പൊ ഇത് 7 ഇഞ്ച് ചട്ടിയിട്ടാ. ഇതുണ്ട്, പിന്നെ ഇത്തരത്തിലുള്ള വലിയ ചട്ടികളും ഉണ്ട്. കുറച്ച് വലിയ ചട്ടിയിലേ ഉണ്ട്. അരുണ ഓറഞ്ച് പ്ലാന്റ്, പക്ഷേ ഇതിനകത്തങ്ങ് ഫ്ലവർ ഇല്ല കാണിക്കാൻ. അരുണ ഓറഞ്ച്. ഇത് ഫയറോപ്പാൽ ഓറഞ്ച്. ഇത് ഫ്ലെയിമിന് ശരിക്കും നല്ല വെയിൽ കിട്ടണം അല്ലേ? നല്ല വെയിൽ കിട്ടണം. ഇത് റൂബി. അതൊക്കെ സിംഗിൾ പ്ലാന്റ് ആണ്. അത് കുറച്ച് വലിയ ചട്ടിയിലൊക്കെ ഇരിക്കുന്നത്. ഇത് ഫ്ലെയിം റെഡ്. മേളിലിരിക്കുന്ന എല്ലാം ചില്ലി വെറൈറ്റീസാ. ചില്ലി എല്ലാം കൂടി ഇങ്ങനെ ചില്ലി റെഡ്, ചില്ലി യെല്ലോ ഒക്കെ അല്ലേ? ചില്ലി യെല്ലോ, ചില്ലി ഓറഞ്ച് അതൊക്കെയാണ്. നമ്മൾ നേരത്തെ കണ്ടതിന്റെ ബാക്ക് സൈഡാണ്. ഇത് ബാലക, പ്യൂർ വൈറ്റ് അല്ല, ഒരു ലൈറ്റ് കളർ, ഒരു പിങ്ക് പോലെ. ഇതല്ലാതെ തന്നെ അല്ലേ? അതെ. റൂട്ടഡ് പ്ലാന്റ് ആണത്? ഗ്രാഫ്റ്റഡ് ആണത്. അതെ, പ്ലാന്റ് ഇത്രയും ഇതായത്. ഇതൊക്കെ അത് തന്നെ ബാലക. ഇതിന്റെ ചെറിയ തൈകളുണ്ടോ? ഇതിന്റെ ചെറിയ ഇപ്പൊ ഇല്ല. അത് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 മാസം ആകുമ്പോഴത്തേക്ക് കൊടുക്കാനാവും. ഇതായിരിക്കണം മഹാറാണി. ഇതാണ് മഹാറാണിയുടെ ഒരു ഏകദേശം ഒരു 15 ഫുട്ട് വലിയ 5 അടിയൊക്കെ ഉണ്ടാവും അല്ലേ? ഉണ്ടാവും. വലിയ പ്ലാന്റുകളാണ് ഇതെല്ലാം. ഇത് ആൾക്കാർ ചോദിക്കുന്നത് ഇപ്പൊ ഷോർട്ടും ആണ് ഈ പ്ലാന്റ്, പലയിടത്തും കിട്ടാനില്ല തോന്നുന്നു. അതെ, കിട്ടാനില്ല. ഇപ്പൊ ഇതിൽ നിങ്ങൾ സാധാരണ ഈ പോട്ടി മിക്സ് എന്താ ചേർക്കുന്നത്? ഇതിൽ ഇവിടുത്തെ ഒരു മണ്ണിന് പ്രത്യേകത ചുവപ്പ് മണ്ണ്, മറ്റേ ചെങ്കല്ലല്ല, ചെങ്കൽ മണ്ണല്ല നമ്മൾ ചെയ്യുക. നമ്മുടെ ഇവിടുത്തെ മണ്ണ്, സാധാ മണ്ണ്. അതിൽ നിങ്ങൾ ഉമ്മി ചേർക്കാറുണ്ട്, ചകിരിച്ചോറ് കമ്പോസ്റ്റ് ചേർക്കാറുണ്ട്, കുറച്ച് ആവശ്യത്തിന് മാത്രം. പിന്നെ മണ്ണിര കമ്പോസ്റ്റ് ചേർക്കും. ഇത് ബ്രിസാ റെഡ്, ഇത് ബ്രിസാ പീച്ച്. ഇതെല്ലാം ബ്രിസാ പീച്ചിന്റെ വലിയ പോട്ടുകളാണ് ഇതെല്ലാം. അത് ബ്രിസാ റെഡ്. അല്ലല്ല, ഫ്ലവർ ഇങ്ങനെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഇങ്ങനെ ഈ കളർ ആയിരിക്കും. പിന്നെ റെഡിലോട്ട് വരും. ഒരു മെറൂൺ ഷെയ്ഡ്. ഇതൊക്കെ പ്രസ്ഥാപിച്ചിട്ടാ ഇതെല്ലാം കൊടുക്കാനുള്ള ചെടികളാ? അതെ, എല്ലാം കൊടുക്കാനുള്ള ചെടികൾ. ഇത് ഗ്രാഫ്റ്റ് ആണല്ലേ? ഗ്രാഫ്റ്റാ.
അതിങ്ങനെ കെട്ടി വെച്ചേക്കുന്നത് ഈ ഒരു സ്റ്റേ കൊടുത്തിട്ട് ഇങ്ങനെ സ്റ്റേ കൊടുത്ത് കെട്ടി വെച്ചേക്കുക. അതിങ്ങനെ കുറെ ആകുമ്പോൾ ഇങ്ങനെ അടിയിലോട്ട് ഈ മുകളിലിരിക്കുന്ന ഏരിയതാ മേളിരിക്കുന്ന സെൻഡായി റെഡ് എന്ന് പറയുന്ന പ്ലാന്റ്. ഇതിന്റെ ഫ്ലവറിങ് കഴിഞ്ഞ് ഇത് കണ്ടിന്യൂസ് ഫ്ലവറിംഗ് ഉള്ള പ്ലാന്റ്. ബ്രിസ അല്ലാതെ തന്നെ എന്നാലും ഒന്നുകൂടെ ഭംഗിയാണ് ഈ സെൻഡായി വെറൈറ്റീസ്. ഇതാ ഈ വൈറ്റ് അത് സെൻഡായി വൈറ്റ്. അതിലിപ്പോൾ എത്ര വെറൈറ്റീസ് ഉണ്ട്? സെൻഡായിൽ റെഡ്, ഓറഞ്ച്, വൈറ്റ്, യെല്ലോ 4 വെറൈറ്റീസ് ആണ്. ട്രൈക്കളറിന്റെ വലിയ പ്ലാന്റേ ഉള്ളൂ നമ്മുടെ കയ്യിൽ ഇപ്പൊ കൊടുക്കാൻ. ട്രൈ കളർ ഒരു എത്ര ഇഞ്ച് പോട്ടത്? 14 ഇഞ്ച് പോട്ട്. 14 പോട്ടിലെ വലിയ പ്ലാന്റുകളാണ്. ഇതാണോ മുള്ളില്ലാന്ന് പറയണത്? അതെ, മുള്ളില്ല. അതിന് മുള്ളില്ല. മുള്ളില്ലാണ്ട് എപ്പോഴും പൂക്കുന്ന വെറൈറ്റി അല്ലേ? അതെ, എപ്പോഴും പൂക്കും. പൂ കഴിയുമ്പം അത് കട്ട് ചെയ്ത് കളയുകയും വേണം. പക്ഷെ കളഞ്ഞില്ലെങ്കിലും അതൊരു ഭംഗിയായിട്ട് നിൽക്കും. അടുത്ത ബഡ്സ് വരുന്ന സമയത്ത് കളഞ്ഞാലും ചിലർ പറയും കളഞ്ഞാലേ വരത്തുള്ളൂ. അങ്ങനെയല്ല, കളഞ്ഞാലും കളഞ്ഞില്ലെങ്കിലും ബഡ്സ് വരുന്ന സമയം വായിക്കും. ഇത് ക്രിസ്റ്റീനയാണ്. പിന്നെ അങ്ങോട്ടിരിക്കുന്നത് അത് റെഡ് സെപ്റ്റംബർ. സെപ്റ്റംബറിന്റെ ഒക്കെ വലിയ പ്ലാന്റുകളാണ്. ഇതൊക്കെ ട്രൈക്കളറിന്റെ ഒരു നല്ല കളക്ഷൻ ഉണ്ട്. അത് ഈ കൊല്ലം ആർക്കും അധികം കിട്ടിയില്ല ഈ കളർ. പലരും ചോദിച്ചിട്ട് ഇല്ല എന്ന് പറഞ്ഞ് പോയൊരു ചെടിയാണ്. ഇതിന്റെ ചെറുതുണ്ടോ? ചെറിയ ചട്ടി? ഇതിന്റെ ചെറുതില്ല, വലിയ ചട്ടിയാണ്. നമുക്ക് കിട്ടിയിട്ടില്ല. ഇത് പ്രൊപ്പഗേഷൻ ചെയ്യാനും പറ്റിയില്ല. ഇത് ബാലക. ഇനി ഇതേതാ ഈ വെറൈറ്റി? ഇത് ഗോൾഡൻ ജാക്ക് പോട്ട് ആണ് അതോ ഗോൾഡൻ മാവു ആണോ എന്ന് അറിയത്തില്ല. പക്ഷെ ഇത് പുതിയത് വന്നത് അല്ല, ഇതിന്റെ നേരത്തെ ഉള്ള പ്ലാന്റ്. ഇത് നല്ല വരും. ഇതിന്റെ തൈകളുണ്ട് കൊടുക്കാൻ. കഴിഞ്ഞതാണ്. ഇനി കുറച്ചുകൂടെ. അത് ഗോൾഡൻ മാവ് തന്നെയാണ്. അത് ഗോൾഡൻ മാവ്. പക്ഷെ ഇതിനകത്ത് സംശയമുണ്ട്, ഗോൾഡൻ മാവ് ആണോ ഗോൾഡൻ ജാക്ക് പോട്ടാണോ. ഇത് അഡാസ് ജോയി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. പീച്ച് കളർ. ഇത് സെൻഡായി ഓറഞ്ചിന്റെ 2-3 തൈ ഉണ്ട്. ട്രൈക്കളറിന്റെ 10 ഇഞ്ച് പോട്ടിലേ ഉണ്ട്. 15 പോട്ടുണ്ട്. ഇത് ഇൻഡോർ പ്ലാന്റ് ആണ്. ഇസെറ്റ് പ്ലാന്റ് എന്ന് പറയും. ഇസെറ്റ് പ്ലാന്റ് ഗ്രീൻ. ഇതൊക്കെ നമുക്ക് കൊടുക്കാനുള്ള പ്ലാന്റുകളാണ്. അതിന്റെ കുറേ ഉണ്ടല്ലോ. കുറേ ഉണ്ട്. ഇത് ഇൻഡോർ ആണത്? ഇൻഡോറാ. ഇതിന്റെ അത്യാവശ്യം ഒക്കെ സംഭവിക്കുമെന്നാ പറയുന്നത്. ഓക്സിജൻ കിട്ടാത്തവർക്ക് ഇത് കൊണ്ടെന്ന് വെച്ചാൽ മതിയില്ല. ഇതേതാ ഈ ചെടി? അത് ഫ്ലെയിം റെഡ്. തിമ്മ യെല്ലോ. നല്ല ഭംഗിയല്ലേ? അതെ, നല്ല ഭംഗി. തിമ്മേലിന്റെ മദർ പ്ലാന്റും ഉണ്ട്. ഈ ഒരു സൈസ് പ്ലാന്റ്സ് ആണ്. ഇത് ഡബിൾ 2 ഷെയ്ഡിൽ ഇങ്ങനെ വരും. തിമ്മ യെല്ലോ എന്ന് പറഞ്ഞാൽ ഇതൊരു യെല്ലോ, ചെറിയൊരു ലൈറ്റ് യെല്ലോ എന്നിട്ട് ഒരു പീച്ച് ഷെയ്ഡിലോട്ട് മാറുന്നുണ്ട്. പീച്ച് ഷെയ്ഡിലോട്ട് മാറുന്നുണ്ട്. പിന്നെ ഒരു വൈറ്റ് ഫ്ലവറും വരും. ഇത് ഓറഞ്ച് ഫോക്സ് ടെയിൽ. എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണിത്. പക്ഷെ ഇതിന്റെ ഫ്ലവർ കാണിക്കാൻ ഇപ്പൊ ഇല്ല. അതല്ല അത് വേറെ ഇടയ്ക്ക് ഒരു പ്ലാന്റ് വന്നതാ. ഇത് ഫാത്തിമ പിങ്ക് എന്ന് പറയും. ഇതാണ് ഓറഞ്ച് ഫോക്സ് ടെയിൽ. ഇതിന്റെ ഓറഞ്ച് ഫോക്സ് ടെയിലിന്റെ ഫ്ലവർ നമ്മൾ ടെറസിൽ കാണിച്ചു തരാം. ടെറസിൽ ഇരിപ്പുണ്ട്. യെല്ലോ ബട്ടർഫ്ലൈ. യെല്ലോയുടെ മദർ പ്ലാന്റുകളാണ്. ഇത് യെല്ലോ ഫോക്സ് ടെയിൽ. ഇതിങ്ങനെ മൾട്ടി കളർ തന്നെയാണോ? മൾട്ടി കളർ എന്ന് വെച്ചാൽ ഒരു ഇവിടെ ഉണ്ട് ഒരു ഈ യെല്ലോ ഇങ്ങനെ വിരിയും. ഇങ്ങനെ വിരിഞ്ഞിട്ട് പിന്നെ അതൊരു ക്രീം ഷെയ്ഡിലോട്ട് മാറും. ഇതെല്ലാം കവറിലുള്ള പ്ലാന്റുകളാണ്. ഇതിനകത്ത് ഉണ്ട് ക്രീം ഷെയ്ഡിലോട്ട് മാറുന്നുണ്ട്. ഇത് തിമ്മ യെല്ലോക്ക് ഇതാണ്ട് ഇത് ഇങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. വൈറ്റ് ഷെയ്ഡ് മാറും. വൈറ്റിലെ ഫ്ലവർ വിരിയും. തിമ്മ യെല്ലോ പീച്ചും വൈറ്റും കൂടാണ് വരിക. ഇതിന്റെ നല്ല മദർ പ്ലാന്റ് ആവണം, എന്നാലേ ഈ പ്ലാന്റുകൾക്ക് നല്ല ഭംഗി വരുള്ളൂ. ഇതും ഹാങ്ങിങ്ങിന് പറ്റിയ പ്ലാന്റ് ആണ്. അതെ, ഹാങ്ങിങ്ങിന് പറ്റിയ പ്ലാന്റ് ആണ്. അവിടെയൊക്കെ മൊത്തം ഈ ഫയറോപ്പല ഓറഞ്ച്. അതെ, അതൊക്കെ ഫ്ലവറിങ് കഴിഞ്ഞോണ്ടൊരു ഫെയ്ഡ് ഉണ്ട്. ഈ വെറൈറ്റി ഇത് ഫോക്സ് ടെയിൽ റെഡ്. റെഡ് വെൽവെറ്റ്. ഇത് മഷൂരി യെല്ലോ. ഇതൊക്കെ ഫ്ലവറിങ് കഴിഞ്ഞു പോയി. യെല്ലോ ഫാന്റസി. ഇത് അർജുനാണോ? അല്ല, അർജുനൊന്നും അല്ല. ഇത് ക്രിസ്റ്റീനാണോ? അതുമല്ല, ഐഡി മറന്നുപോയി. അതുമാതിരി ഇരിക്കണ്ടേ. ഇതും കൊള്ളാലോ. ഇതേതാ? അത് കയട്ട. അത് കയട്ടാണെന്ന് ഓരോന്ന് ചോദിക്കത്തില്ലേ? ഇതാണ് ഒറിജിനൽ കയട്ട. ഇത് സൺറൈസ് വയലറ്റ്. 2 പ്ലാന്റ് ഉണ്ട്. സൺറൈസ് വയലറ്റ്. ഇത് നിറച്ച് ഫ്ലവറിങ് ഉണ്ടാവും. ഇത് സ്കൈലൈൻ എന്ന് പറയുന്ന പ്ലാന്റ് കേട്ടോ.
ആ പേര് കിട്ടിയില്ല. സ്കൈലൈൻ, പിങ്ക് അലോറ, ആ 2 പ്ലാന്റ്. ഇത് 2 ഏകദേശം ഒരുപോലെയാണ്. സ്കൈലൈനും പിങ്ക് അതാണ്ട. ഇത് പിങ്ക് അലോറ, ഇത് പിങ്ക് അലോറ, ഇത് സ്കൈലൈൻ. ചെറിയ വ്യത്യാസം വരുന്നത് ഇത് കയാട്ട മജന്ത. കയാട്ട മജന്ത, കയാട്ട മജന്തയുടെ വലിയ പ്ലാന്റ് ഉണ്ട്. ഇത് നമ്മൾ മദറാക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോ വെച്ചിരിക്കും. നല്ല ബ്രിസ റെഡ് ആണ്. ഇത് ഷെഡിനകത്തിരിക്കുമ്പോൾ ഇച്ചിരി കളർ കുറവുണ്ട് എല്ലാത്തിനും. നല്ല ബ്രൈറ്റ് ആയിട്ട് അതെ അതെ, നല്ല വെയിലത്ത് വെക്കണം. ഷെഡില് ഫ്ലവർ വിരിയും, പക്ഷെ കളർ ഫെയ്ഡ് ആവുന്നേ ഉള്ളൂ. ഇത് ടൈഗർ ക്രിസ്റ്റീന എന്ന് പറയുന്നൊരു പ്ലാന്റ്. ടൈഗർ ക്രിസ്റ്റീന ഇതും അത്യാവശ്യം പുതിയ അതാ പുതിയതാ. ഇതിന്റെ വലിയ 15 പോട്ടിലെ പ്ലാന്റ്. ഇത് അരുണ ഓറഞ്ച് ഒക്കെ നിറയെ ഫ്ലവറിങ് ഉണ്ടാവും. നല്ല ഓറഞ്ചാണ്. ഇത് ഷെയ്ഡ് നിൽക്കുന്നോണ്ടാണ് കളറില്ലാത്ത. ഇതെല്ലാം ടൈഗർ ക്രിസ്റ്റീനയുടെ പ്ലാന്റുകളാണ്. കൊപ്പി മെലൺ എന്ന് പറയുന്നൊരു പ്ലാന്റാ. കൊപ്പി മെലൺ ഇതിന്റെ ഒരു വലിയ മദർ പ്ലാന്റ് നമുക്കുണ്ട്, ഷെയിലിനുള്ളതാണ്. ഇത് ബ്രിസ പീച്ചിന്റെ വലിയ പ്ലാന്റ്. ഞാനിത് ഇങ്ങനെ ബ്രിസ പീച്ചൊക്കെ ഉണ്ട്, ഇങ്ങനെ ആർച്ചിലോട്ടൊക്കെ കയറ്റാൻ പറ്റിയ പ്ലാന്റ് ആണ്. പലരും ചോദിക്കാറുണ്ട് മതിലിന്റെ സൈഡിലൊക്കെ വെക്കാൻ പറ്റിയ പ്ലാന്റുകൾ. അത് ഇത് പറ്റും. അത് മിസ് വേൾഡ് പറ്റും, ഈ ബ്രിസ പീച്ച് പറ്റും. ഇത് സ്നോ യെല്ലോ. അത് സ്നോ യെല്ലോ അല്ല, ഇത് യെല്ലോ ഫാന്റസി. ഇതാണ്ട് യെല്ലോ ഫാന്റസിയുടെ ലീഫിന് ഇതാണ്ട് ഇങ്ങനെ ഒരു വെരിഗേഷൻ വരും. സ്നോ യെല്ലോയ്ക്കും വരും, പക്ഷെ ഇത് യെല്ലോ ഫാന്റസിയാണ്. ഇതോ? ഇതും യെല്ലോ ഫാന്റസിയാണ്. ഇത് മൂൺലൈറ്റ് യെല്ലോ ആണ്. പക്ഷേ ഇതിനകത്തേക്ക് ലീഫിന് കളറില്ലാത്ത വേണ്ട, ഇങ്ങനെ ഒരു യെല്ലോ ലീഫ് വന്നിട്ടാണ് മൂൺലൈറ്റ് യെല്ലോ വരുന്നത്. പിന്നെ ഇതോ ഇവിടെ ഇരിക്കണ റോസ്? ഇത് തിമ്മാ റെഡ്. പിന്നെ അതൊക്കെ നിങ്ങളെ മദർ പ്ലാന്റ്സ്? പ്ലാന്റുകൾ അതിന് സെയിനുള്ള പ്ലാന്റ് ഉണ്ട് ഇതിനകത്ത്. കുറച്ച് ഇത് സെയിനുള്ള പ്ലാന്റാ. അതേതത്? ഇത് റെഡ് സെപ്റ്റംബറിന്റെ വേറൊരു വെറൈറ്റി ആണ്. ഗോൾഡ് ഫിഷ് എന്ന് പറയും. ഗോൾഡ് ഫിഷിന്റെ നല്ലൊരു പ്ലാന്റ് ആണ്. ഇത് റൂട്ടഡ് ആണ്. റൂട്ടഡാ. ഇതാ അതൊരു റോയൽ ഡോൾഫിൻ പോലെ അല്ല, അതൊരു ജുവലിന്റെ തന്നെ ഒരു വെറൈറ്റി ആണ് അത്. ഇത് ട്രൈ കളറിന്റെ വലിയ പ്ലാന്റുകൾ ചെയ്യും. ട്രൈ കളറിന്റെ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്രാവശ്യം ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ട് കിട്ടാത്തൊരു പ്ലാന്റ് ആണ്. പലയിടത്തും ഷോർട്ടായി. നമ്മുടെ അടുത്ത് വന്നോ കൊടുക്കാമല്ലോ. ഇത് ബ്ലൂബെറി ഐസിന്റെ വലിയ പ്ലാന്റ്. ആ മേലോട്ടിരിക്കുന്നതിലൊക്കെ നമുക്ക് കട്ടിങ്സിനുള്ള ഇങ്ങനെ വെച്ചേക്കുന്നതാ. ആൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ കൊടുക്കും. ഇതൊക്കെ മിസ് വേൾഡ് ഒക്കെ അല്ലേ? മിസ് വേൾഡാ. ഫുള്ള് മദർ പ്ലാന്റ് ഉണ്ട് അവിടെ. നല്ല ഫ്ലവറിങ് ആയിരുന്നു, ഫുള്ള് പോയി. ഇത് ആപ്പിൾ റെഡ് എന്ന് പറയുന്നൊരു പ്ലാന്റ്. അതെ, ആപ്പിൾ റെഡ്. ഇത് വലിയ പൂക്കളല്ലേ? ഇതും ഈ പറഞ്ഞ മാതിരി ഹാങ്ങിങ്ങിന് വെച്ച് ചെടികളാട്ടോ. അതെ അതെ. നമ്മളെ ഇപ്പൊ ഇതില് പലരും ചോദിക്കാറുണ്ട് DAP ഒക്കെ ഇടും. നിങ്ങളിവിടെ അങ്ങനെ DAP ഇടാറില്ല. DAP അങ്ങനെ നമ്മള് മണ്ണിൽ യൂസ് ചെയ്യാൻ പാടില്ല. DAP യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മണ്ണിനെ നശിപ്പിച്ച് കളയും. കുറച്ചുകൂടെ കഴിഞ്ഞാൽ പ്ലാന്റിന്റെ ലൈഫ് പോവും. ഞാൻ ഫെർട്ടിലൈസർ യൂസ് ചെയ്യുന്നത് ഫാക്ടംബോസ് 18-18 20-20. അതൊരു 15 ദിവസം എനിക്ക് അറിയത്തില്ല കറക്റ്റ് ആയിട്ട്. ഫാക്ടംബോസ് ആണ് ഉപയോഗിക്കുന്നത്. 15 ദിവസമല്ല, മാസത്തിൽ ഒരു ഫ്ലവറിങ് കഴിയുമ്പം ഞാൻ മാസത്തിലൊരിക്കൽ കുറച്ച് ഇട്ട് കൊടുക്കും ചുവട്ടിൽ. പിന്നെ ഗ്രീൻ കെയറിന്റെ ഒരു ഫെർട്ടിലൈസർ ഉണ്ട്. ഗ്രീൻ കെയർ 13-27-27. ഇത് ബ്ലൂബെറീസിന്റെ ചെറിയ പ്ലാന്റ്. ഗ്രീൻ കെയർ 13-27-27 ഞാൻ സ്പ്രേ ചെയ്യാറുണ്ട് 15 ദിവസത്തിലൊരിക്കൽ. ഈ സാധനം ബട്ടർഫ്ലൈ സ്പ്ലാഷോ അല്ല, സൂഫിയ ബട്ടർഫ്ലൈ. ഇതിന്റെ 15 പോട്ടിലെ പ്ലാന്റ്. നല്ല പിങ്ക് കളർ വരും. ഇത് ഹുവായ് വൈറ്റിന്റെ വലിയ പ്ലാന്റ്. അതെ അതെ, ചെറിയ ചെറിയ പ്ലാന്റ്, തീരെ ചെറുതല്ല എന്നാലും. പ്ലാന്റ് കുറച്ച് വലുതും ചട്ടീർ തോന്നുന്നു അല്ലേ? ഇത് റെയിൻബോ ഡയമണ്ട് എന്ന് പറയുന്ന പ്ലാന്റ്. റെയിൻബോ ഡയമണ്ട് ഇതല്ലേ? ഇതെല്ലാം അത് തന്നെ റെയിൻബോ ഡയമണ്ട്. ലീഫിന് വെരിഗേഷൻ വരും. ഇങ്ങനെ ആദ്യം ഇങ്ങനെ എല്ലാ ഷെയ്ഡ് വിരിയും, പിന്നെ ഒരു പിങ്ക് ഷെയ്ഡിലോട്ട് മാറും. അങ്ങനെ വരുന്നതാണല്ലേ? അപ്പൊ ഇത് ഈ ചെടി തന്നെയാണത്? അതെ അതെ. വെയിലത്ത് വെച്ചാൽ നല്ല വെരിഗേഷൻ ഉണ്ടാവും. പിന്നെ ഇനി ഇവിടെ ഇത് ബ്രിസ മജന്ത വെരിഗേറ്റഡ്.
ഇത് നമ്മളിപ്പോൾ ഈ കാണിക്കുന്നതിൻ്റെ ഒക്കെ ചെറിയ സൈസുകളുണ്ടോ? ഇല്ല, ഇതിന്റെ ചെറിയ സൈസ് ഇല്ല. ഇത് ഈ പ്ലാന്റ് ഒരുവിധം ചെറുതുണ്ട്, ഓ തീരെ ചെറുതല്ല. ആ ഇതൊക്കെ ഈ വലിയ പ്ലാന്റ് സെയിൽ ചെയ്യാനുള്ളതാണ്. ഓക്കെ. ഇത് തായ് ഡിലൈറ്റിന്റെ പ്ലാന്റ്. നിങ്ങൾക്ക് ഹൈവേ ഡെലിവറി ഉണ്ടോ? ആ, ഹൈവേ ഡെലിവറി ഉണ്ട്. വണ്ടികൾ പോകുമ്പോൾ പെറ്റ് സർവീസിന് വണ്ടികൾ കയറ്റി വിടുന്നുണ്ട് കേട്ടോ. ഉണ്ട്. അപ്പോൾ പിന്നെ അന്ന് തന്നെ നിങ്ങൾക്ക് ചെടികൾ കിട്ടും. അതെ അതെ. ആ ഇതുള്ളല്ലോ. ഇത് ഫ്ലൈ ബൈറ്റ്സ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഫ്ലൈ ബൈറ്റ്സ് നല്ല പ്ലാന്റ്സ്. ഇത് ചെറിയ പ്ലാന്റുകൾ നമുക്കിപ്പോൾ ഉണ്ടല്ലേ? ഇത് ഇല്ല, ശരിക്കും അതെല്ലാം പ്ലാന്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. വാട്ടർ മെലൻ കേസ് ഒക്കെ പോലെ ഇരിക്കണം അല്ലേ? അതെ അതെ. ആ പെട്രോ ഗ്രീൻ ലീഫ് എന്ന് പറയും. ആ ശരി. ആ ഗോൾഡൻ പെട്രോയുടെ ഗ്രീൻ ലീഫിനകത്ത് വരുന്ന ഇത് നിറച്ച് ഭയങ്കര ഫ്ലവറിംഗ് ഉള്ള ഒരു പ്ലാന്റ്. നല്ല ഫ്ലവറിംഗ് ആണിത്. ഇത് ടാങ്ലോങ്. ഇത് ടാങ്ലോങ് റെഡ്. ടാങ്ലോങ് റെഡിന്റെ ചെറിയ പ്ലാന്റുകളാണ്. ആ ഇത്രയുള്ള പ്ലാന്റ് തീരെ ചെറുതാണ്. ഇതൊരു ആറഞ്ച് പോട്ട് അല്ലേ? ഓറഞ്ച് പോട്ട്. ഇതിന്റെ ഈ ടാങ്ലോങ് റെഡിന്റെ ഒരു വെറൈറ്റി ഉള്ളൂ? ആ, ടാങ്ലോങ്ങിന്റെ ഈ ഒരു റെഡേ നമുക്ക് സെയിലിനുള്ളൂ ഇപ്പം. ആ ശരി ശരി. ഇത് ഗോൾഡൻ റാവു. ആ ആ ഗോൾഡൻ റാവുവിന്റെ കുഞ്ഞ് 5 ഇഞ്ച് പോട്ടിലെ 6 ഇഞ്ച് പോട്ടിലെ പ്ലാന്റുകളാണ് ഗോൾഡൻ റാവു. ഒരു 10 ഇഞ്ച് പോട്ടിലെ പ്ലാന്റ്സും ഉണ്ട്. ഗോൾഡൻ റാവു നല്ല വെറൈറ്റിയാണ്. ഇതേതാ? ഇതൊരു പുതിയ വെറൈറ്റി, ലേഡി ബേർഡ് മാർബിൾ എന്ന് പറയും. ശരി ശരി. ലേഡി ബേർഡ് മാർബിൾ. ഇതും 6 ഇഞ്ച് പോട്ടാണ്. കൂടുതലും 6 ഇഞ്ച് 7 ഇഞ്ച് പോട്ടിലാണ് പ്ലാന്റുകൾ. ഈ ഇരിക്കുന്ന ചെടി ഉണ്ടല്ലോ, ഇതേതാ വെറൈറ്റി? ഇത് അത് പൗഡർ സ്ട്രിപ്പ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. പുതിയ പ്ലാന്റ്. പൂക്കള് ആയി വരണുള്ളൂ. ഇവിടെ ഉണ്ട്. ഇതിൻ്റെ പൂക്കളായത് നമുക്ക് വേറെ ഇരിപ്പുണ്ട്, അത് കാണിക്കാം. ആണ്ടേ നന്നായിട്ട് ഫ്ലവറിങ് ആവും. ഇങ്ങനെ നല്ല ഫ്ലവറിങ്. ഇത് കണ്ടു, ഇതാണ്. ഓക്കെ. ഇതെങ്ങനെ ഈ മൾട്ടിമാരി വരുന്നു അല്ലേ? 2-3 കളേഴ്സ് ആയിട്ട്. അതെ അതെ. ലൈറ്റ് പിങ്കും. ഇതോ? ഇത് റെഡ് വാജിത് തന്നെയാണ്. റെഡ് വാജിത് ഇങ്ങനെ ഒറ്റ കളറായിട്ടും വരും. ഓ, ചെറിയ കവർ സൈസ് പ്ലാന്റുകൾ. വേണ്ടേ റെഡ് വാജിത് തന്നെ വേണ്ട ഇങ്ങനെ ഡബിൾ ഷെയ്ഡിലും വരും. ഇങ്ങനെ വരും, രണ്ടായിട്ട് വരും. അതിന്റെ കവർ സൈസ് ഇത് റൂട്ടഡ് ആണ്. ആ, റൂട്ടഡാ കവർ സൈസ്. ഇവിടെ ഓറഞ്ച് വെരിഗേറ്റഡ്. അല്ല, ഇത് ഓറഞ്ച് വെൽവെറ്റ്. ഓറഞ്ച് വെൽവെറ്റ്. റെഡ് വെൽവെറ്റ് കണ്ടില്ലേ? അതിന്റെ ഓറഞ്ച് വെൽവെറ്റ്. ഇതും പുതിയ പ്ലാന്റ് കേട്ടോ. ഇത് റെഡ് അല്ലേ? അത് റെഡ് ഓറഞ്ച്. ഇത് പിങ്ക് സയാപ്പ് എന്ന് പറയുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ. അതെ, പുതിയ വെറൈറ്റിയാണ്. ക്രാഫ്റ്റഡ് ആണ്. ക്രാഫ്റ്റഡ് ആണ്. ഇതിങ്ങനെ കുഞ്ഞ് ലീഫ് വരും. അതിന്റെ ഇങ്ങനെ ഒരു ലൈറ്റ് പിങ്ക് കളറിലെ ഫ്ലവേഴ്സ്. അല്ലല്ല, അത് ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന വൈറ്റ് പാന്തറാണ്. ഇത് ഇതിന്റെ ചെടികൾ കുറേ ഉണ്ട് കേട്ടോ. കുറേ ഉണ്ട്, ഇനിയുണ്ട്. കുറച്ചേ നമ്മൾ ഇങ്ങോട്ട് കൊണ്ട് വെക്കത്തുള്ളൂ. ഇത് ബട്ടർ കപ്പ് ഇരിക്കുന്നുണ്ട്. ബട്ടർ കപ്പ് ഇപ്പൊ കിട്ടാൻ ബുദ്ധിമുട്ടായി അല്ലേ? അതെ, ബട്ടർ കപ്പ് പലയിടത്തും ഇല്ല ഇപ്പോൾ. ഇത് അതിന്റെ ബട്ടർ കപ്പിന്റെ ക്രാഫ്റ്റ് ചെയ്തേക്കുന്നല്ലേ? അതെ. ചെറിയ പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഒരു 7 ഇഞ്ച് പോട്ടിലെ പ്ലാന്റാ. തീരെ ചെറിയ പ്ലാന്റ് അല്ല, ബുഷി പ്ലാന്റാ. എല്ലാത്തിനും ഫ്ലവർ ഉണ്ട് കേട്ടോ. ഇത് അതിന്റെ വലിയ പ്ലാന്റ്. ഇതിന്റെ വലിയ പ്ലാന്റ്. മദർ പ്ലാന്റുകളുണ്ട്, നമുക്ക് ബട്ടർ കപ്പ് വേറെ കാണിക്കാം. ഇത് മിസ് വേൾഡ് പ്ലാന്റുകളാണ്. മിസ് വേൾഡിന്റെ കുറച്ച് പ്ലാന്റ് വലുതുണ്ട്, വലിയ പ്ലാന്റും ഉണ്ട്. ചെറിയ പ്ലാന്റ് നമ്മളിപ്പം വെച്ചിട്ടുണ്ട്. ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് കൊടുക്കാൻ അതും പറ്റത്തുള്ളൂ. മിസ് വേൾഡ്. ഇതോ? അതന്നെ. ഇത് മിസ് വേൾഡ് അല്ലേ? അതെ, ഇത് മിസ് വേൾഡ് ആണ്. ഈ ഇരിക്കുന്നത് യെല്ലോ, അത് ഗോൾഡൻ അഡർണ. അത് നിറയെ ഫ്ലവറിങ്. നല്ല ഫ്ലവറിങ് ഉള്ള ഒരു പ്ലാന്റ് ആണ് ഗോൾഡൻ അഡർണ. അതിന്റെ ചെറിയ പ്ലാന്റുകളാണ്. ഒരു 7 ഇഞ്ച് ചട്ടികളിലൊക്കെയുള്ള പ്ലാന്റ്. എല്ലാം ഫ്ലവറിങ് ആണ് കേട്ടോ. ഫ്ലവർ ചെയ്തേക്കുന്ന പ്ലാന്റ്സ് ആണ്. അതെ, സാറഡിന്റെ ചെറിയ പ്ലാന്റുകളാണ്. ഇതും ക്രാഫ്റ്റഡോ? അതെ അതെ. അല്ലല്ല, ഇത് റൂട്ടഡ്. ഫുള്ള് റൂട്ടഡ്. സാറഡിന്റെ ചെറുത്. അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. 7 ഇഞ്ച് പോട്ടുകളിലുള്ള ചെടികളാണ് അതൊക്കെ. അത് 6 ഇഞ്ച് പോട്ട്. അത് റൂബി റെഡ്. ഇത് ബ്രിസ പീച്ചിന്റെ ചെറിയ പ്ലാന്റുകൾ. ഫ്ലെയിം റെഡ്. ഇത് കയാട്ടല്ലേ? അത് സക്കൂറ ബെല്ലാക്കയുടെ ഒറിജിനൽ. അതിന്റെ റൂട്ടഡ് പ്ലാന്റ് ആണ്. ഇതേതാ പറഞ്ഞ? ഫ്ലെയിം റെഡോ? അത് ഫ്ലെയിം റെഡിന്റെ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് അല്ലേ? ഇത് ചട്ടി 7 ഇഞ്ചാണ്, പക്ഷെ ഇത് നല്ല ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ്. ഇതോ? ഇങ്ങോട്ട് ഇത് ഹവായി വൈറ്റിന്റെ ചെറിയ പ്ലാന്റുകൾ. തീരെ ചെറിയതാ, റൂട്ടഡ് പ്ലാന്റ്. ഇത് ഫ്ലെയിം യെല്ലോ. ഇതൊരു പുതിയ വെറൈറ്റി ആണ്. ഇത് ഫ്ലെയിം യെല്ലോ.
യെല്ലോ എത്ര വെറൈറ്റീസാണ് വരുന്നത് അല്ലേ? അതെ, എല്ലാം ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇതും ഗ്രാഫ്റ്റഡാണ്. ഫ്ലെയിം യെല്ലോ, വാജിദ് റെഡ്, അതിൻ്റെ ചെറിയ തൈകളുണ്ട്. കവർ സൈസ് ഉണ്ട് കൊടുക്കാൻ. നല്ല രസമല്ലേ പൂക്കൾ? നല്ല രസമാണ്. റെഡ് വാജിദ്. ഇതിൻ്റെ ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ? ഇതിങ്ങനെയാണ് വരുന്നത്. റെഡ് വാജിദിൻ്റെ ഒറ്റ ഷെയ്ഡ്. ഇതൊക്കെ പിന്നെ ഫ്ലെയിം അല്ലേ? ഫ്ലെയിമിൻ്റെ വലിയ പ്ലാന്റ്. ഓക്കെ, ഇത് ഇവിടെ നമ്മൾ കുറച്ച് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇത് ബ്രിസാ റെഡ് ചെറുത്. ഓക്കെ, ഇത് മഹാറാണിയുടെ ചെറിയ പ്ലാന്റുകൾ. ഏത് ഇതല്ലേ? ഓക്കെ, നമ്മളവിടെ കണ്ടില്ലേ മഹാറാണി, അതിൻ്റെ ചെറിയ പ്ലാന്റ്. ഇത് വാട്ടർമെലൺ ഗിസ്. വാട്ടർമെലൺ ഗിസിൻ്റെ റൂട്ടഡ് പ്ലാന്റുകളാണ്. ഇത് വാട്ടർമെലൺ ഗിസ് അങ്ങനെ റൂട്ടഡ് അങ്ങനെ ഇല്ല, ഈ വർഷം ഇറങ്ങിയതാ റൂട്ടഡ്. ഓ ശരി, അതും കുറച്ച് ബുദ്ധിമുട്ടാണ് പിടിക്കാൻ അല്ലേ? ബുദ്ധിമുട്ടാണ് പിടിക്കാൻ. സുവർണയുടെ വലിയ മദർ പ്ലാന്റുകൾ. അതിൻ്റെ പൂക്കൾ ഇതാണ്. ഇവിടെ കൂടുതലും ആൾക്കാർ ഈ വലിയ മദർ പ്ലാന്റുകളാണ് ചോദിച്ചു വരുന്നത്. പ്ലാന്റ് എടുക്കും റിസോർട്ടുകളിലേക്കും പിന്നെ ഈ ഗാർഡൻ സെറ്റ് ചെയ്യുന്നവരും ഒക്കെ വന്നെടുക്കുന്നുണ്ട്. ഇത് ചില്ലി ഓറഞ്ച്. അതാണ് മറ്റേ ടാങ്ലോങ്ങിന്റെ പീകോക്ക് ടാങ്ലോങ് എന്ന് പറയും. പുതിയതാണ് അത് പുതിയ വെറൈറ്റി. ഇത് 4-5 പ്ലോട്ട് ഉണ്ട്. ഓ ശരി, ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കാം, വർഷക്കാരുണ്ടെങ്കിൽ കൊടുക്കാം. വയലറ്റ് ബട്ടർഫ്ലൈ. ഇത് പുതിയതാ. കഴിഞ്ഞ പ്രാവശ്യം ഉള്ളതാ. ഇത് ചില്ലി യെല്ലോ നല്ല ഭംഗിയാണ്. ചില്ലിക്കകത്ത് ഓറഞ്ചും ഇല്ല, ചില്ലി എല്ലാം നല്ല ഭംഗിയുള്ള ഒരു വയലറ്റ് ബട്ടർഫ്ലൈ. നല്ലൊരു ലാവണ്ടർ കളറാണ്. ഇതൊക്കെ ഫ്ലെയിം റെഡ്, ഫ്ലവറിങ് കഴിഞ്ഞു പോയി. പിന്നെ ഇതിലുള്ളത് ഇതൊരു സെറിയൽ മിൽക്ക് എന്ന് പറയുന്ന പ്ലാന്റ്. സെറിയൽ മിൽക്ക് ഇതിന്റെ ചെറിയ പ്ലാന്റ് നമുക്ക് സെറിയൽ മിൽക്ക് ചെറിയ പ്ലാന്റ് വന്നിട്ടുണ്ട്. ഇതിന് മൊത്തം ഫ്ലെയിം റെഡ്, റൂബി റെഡ്, ഫയർ ഓപ്പാൽ ഓറഞ്ച്, അതിന്റെ അക്കത്തിന്റെ അത്യാവശ്യം വലിപ്പമുള്ള ഏരിയകളാണ്. ഇതാണ് ഇന്റർനാഷണൽ പിങ്ക് എന്ന് പറയുന്ന വെറൈറ്റി. ഇന്റർനാഷണൽ പിങ്ക്. ഓക്കെ, അത് വലിയ പൂക്കളല്ലേ? വലിയ പൂക്കളാ, നല്ല ഭംഗിയാണ്. അതിന്റെ ചെറിയ തൈകൾ ഇതൊക്കെ പ്ലാന്റുകളൊക്കെ അതൊക്കെ കഴിഞ്ഞു പോയി, ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. അപ്പം നമുക്ക് ഡിസംബർ തൊട്ടേ ഇവിടെ സെയിൽ തുടങ്ങി. ഓ, ഇതൊക്കെ ഇതൊക്കെ ടൈഗർ ക്രിസ്റ്റീന. ഇതാണ് ഇന്റർനാഷണൽ പിങ്ക്. ഇത് സെറിയൽ മിൽക്ക്. ഇതാണ് ഇന്റർനാഷണൽ പിങ്ക്. ഇന്റർനാഷണൽ പിങ്ക് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. ലാവണ്ടർ കളറിലെ നല്ല വലിയ പൂക്കൾ വരും. ഇവിടെ ഒരു നഴ്സറി, അപ്പുറത്തും നമുക്ക് ഒരു നഴ്സറി ഉണ്ട്. വേറെ സെൻഡായി ഓറഞ്ചിന്റെ തൈകളാണിത്. ഇതൊക്കെ നമ്മൾ ഹൈബ്രിഡ് വെറൈറ്റി തന്നെ. ഇത് ടാങ്ലോങ് യെല്ലോ. ഇതൊക്കെ നമ്മൾ റൂട്ടാക്കിയ പ്ലാന്റുകളാണ്. സ്പെക്ട്രം എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. സ്പെക്ട്രം. ഇതിൻ്റെയൊക്കെ പ്ലാന്റുകൾ ഉണ്ട്, നമുക്ക് സെയിലിന് ആവുന്നതേ ഉള്ളൂ. സ്പെക്ട്രം ഇത് ക്രാഫ്റ്റഡ് ആണ്. സ്പെക്ട്രം വെറൈറ്റി ഒക്കെ നമുക്കൊരു 500 താഴെ റേറ്റ് ആവും കൊടുക്കുമ്പോൾ. ഇത് തായ്വാനി സ്കെയിൽ വെരിഗേറ്റഡിന്റെ ഒരു 10 പോട്ടിലെ പ്ലാന്റുകളാണ്. ഇതൊക്കെ സെയിലിനുള്ള പ്ലാന്റുകളാണ്. ഇതും ക്രാഫ്റ്റഡ് ആണ്? അല്ല, ഇതെല്ലാം ഗ്രാഫ്റ്റഡാ. ഇതൊക്കെ റേഞ്ച് എത്ര റേഞ്ച് വരുന്നുണ്ട്? ഈ ഒരു പ്ലാന്റ് ഒരു 3000 സംതിങ്. നല്ല വിലയുള്ള പ്ലാന്റ് ആയതുകൊണ്ട് ഒരു റേറ്റിൽ വരും. ഇതേതാ ഈ വെറൈറ്റി? നമ്മളെ പഴയ സാധനം. ഇത് സ്പ്ലാഷ് വെരിഗേറ്റഡ് എന്ന് പറയും. അതിന്റെ വില. ഇത് മഷൂരി ഓറഞ്ചിന്റെ മദർ പ്ലാന്റുകളും ഉണ്ട്, ചെറിയ പ്ലാന്റുകളും ഉണ്ട് സെയിലിന് വേണ്ടിയിട്ട്. ഇത് ഓറഞ്ച് സെപ്റ്റംബർ എന്ന് പറയും. ഇത് ബ്രിസാമജന്താടെ വലിയ പ്ലാന്റ് സെയിലിനുള്ളതാണ്. ഗോൾഡൻ സമ്മർ ട്രൈക്കളർ. ഇത് കണ്ട ബിഗോജിയസ്. അല്ല, അതിന്റെ പൂക്കൾ എങ്ങനെയാണോ? അതിന്റെ പൂക്കൾ അല്ല, ഇങ്ങനല്ല, ഇത് കഴിഞ്ഞു. ഞാൻ വിചാരിച്ചു ഉണങ്ങിക്കുവാ. അതെ, അത് ഉണങ്ങിക്കുവാ. ബിഗോജിയസിന്റെ പൂക്കൾ ഇവിടെ ഉണ്ട്. ഇതെല്ലാം ഹാങ്ങിങ് പോട്ടാണ്. ഹാങ്ങിങ് ചെയ്യാം, ഹാങ്ങിങ്ങിലോട്ട് വെക്കാം. വയലറ്റ് ആണല്ലേ? ഒരു ലൈറ്റ്. ഇതാണ് ബിഗോജിയസ്. ഇതെല്ലാം നമുക്ക് കൊടുക്കാനുള്ള പ്ലാന്റാ. ഇത് ശരിക്കും കറക്റ്റ് ഹാങ്ങിങ്ങിന് പറ്റുന്ന പ്ലാന്റ്. ഇലകൾ വളരെ കുറവാണ്. കറക്റ്റ് ഹാങ് ചെയ്ത് നിർത്താം. ഇതൊക്കെ എത്ര റേറ്റ് വരുന്നുണ്ട് ഉദ്ദേശം?
അതൊക്കെ നല്ല റേറ്റ് ഉണ്ട്. അതല്ലേ വില കൂടിയ ടൈപ്പാണ്. സൈസ് അനുസരിച്ച് വില കൂടിയ ടൈപ്പാണ്. ഗോൾഡൻ ബ്രിസ റെഡ്. ഗോൾഡൻ ബ്രിസ. ഈ വയലറ്റ് ഏതാ? എനിക്കൊരു പുറത്തുനിന്ന് വിദേശത്തുനിന്ന് എനിക്കൊരു ഫ്രണ്ടായി, അതിൻ്റെ ഐഡിയ അറിഞ്ഞൂടാ. യെല്ലോ ഫോക്സ് ടെയിൽ. യെല്ലോ ഫോക്സിൻ്റെ ഇച്ചിരി വലിയ പ്ലാന്റുകളാണിത്. ഇത് തന്നെയല്ലേ? അതെ അതെ, ഇതാണ് യെല്ലോ ഫോക്സ് ടെയിൽ പ്ലാന്റ്. ഇതും കൊടുക്കാനുള്ള ചെടികളാട്ടോ. അതെ, എല്ലാത്തിനും ഫ്ലവർ ഉണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ്. ഇതോ? ഇത് ഫ്ലെയിം റെഡ് വെരിഗേറ്റഡ്. ഇത് നമ്മൾ ഒരു ഹാങ്ങിങ് പോട്ടിലോട്ട് സെറ്റ് ചെയ്യണം. ഇങ്ങനെ വളർത്തിയിട്ട് ഒരുവിധം വളർന്നു കഴിയുമ്പോഴാണല്ലോ നമ്മൾ. പക്ഷേ ഇത് പുതിയതാണല്ലേ? അതെ, പുതിയതാ. പുതിയ വെറൈറ്റിയാ. മിലോബാറ്റിക്കിന്റെ ഒരു വേറൊരു വെറൈറ്റിയാണ്. ഐഡിയ കറക്റ്റ് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതൊക്കെ ഇവരെ മദർ പ്ലാന്റ്സ് ഉണ്ട് ഇരിക്കുന്ന മൊത്തം. അപ്പോൾ ഇതാണ് ടെറസിന്റെ മേലെയുള്ളത്. അപ്പുറം തന്നെ ഇനി ഇത് മിലോബാറ്റിക്. ഇതാണ് മിലോബാറ്റിക് എന്ന് പറയുന്ന പ്ലാന്റ്. ഉണ്ടോ മിലോബാറ്റിക്? ഇതിന്റെ തൈകൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ കാണിച്ചത് മിലോബാറ്റിക്കിന്റെ വേറൊരു ഐഡിയ. അതായത് കറക്റ്റ് എനിക്ക് ഐഡിയ. ഇതിന്റെ ചെറിയ തൈകളുണ്ട്. ഇതിന്റെ ചെറിയ തൈകൾ നമുക്ക് കൊടുക്കാനുണ്ട്. അത് കാണിക്കാം. ഇത് എത്ര വില വരുന്നുണ്ട്? ഇതിന് 1000 താഴെ വരുന്നുണ്ട്. 1000 വരെ വരും. നല്ല പ്ലാന്റാ. ഫ്ലവറിങ് ആയ സ്റ്റേജ് ആകുമ്പോൾ ഇച്ചിരി വിലയാവും. പൗഡർ സ്ട്രിപ്പ് കണ്ടോ നമ്മൾ താഴെ കാണിച്ചില്ലേ? ഇങ്ങനെയാണ് ഇതിന്റെ നല്ല ഭംഗിയുള്ള പ്ലാന്റ്സ്. അതിന്റെ ചെറിയ പ്ലാന്റ് ശരിയായി വരുന്നുണ്ട്. പിന്നെ ഇവിടെ മൊത്തം മദർ പ്ലാന്റ്. ഇത് ടൈഗർ ഹിമാലയ. ടൈഗർ ഹിമാലയ മാജിക് ഐസ്ക്രീം നല്ല വലുതാണ് കൊടുക്കാനുള്ളത്. ഇങ്ങനെ നമ്മൾ ഈ റോഡിൽ ആൾക്കാർ ഇത് കണ്ടോണ്ട് തന്നെ കയറും. കയറിട്ട് ഇങ്ങനെ ഇത് കൊടുക്കുന്നു നോക്കുമ്പോൾ നമ്മൾ അങ്ങനെ. ഇതൊരു പുതിയ വെറൈറ്റിയാ. അതിന്റെ ഐഡിയ അറിഞ്ഞു. ഇതും ഹാങ്ങിങ്ങിന് പറ്റിയ ടൈപ്പാണ്. ഇത് കണ്ട് ഇതൊരു പുതിയ വെറൈറ്റി. ഇതിന്റെ മാജിക് ലവ് എന്ന് പറയും. ഇതിന്റെ പ്ലാന്റ് രണ്ടും നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തത് ഇപ്പൊ കൊടുക്കാനായിട്ടുണ്ട്. നല്ല ഭംഗികൾ നമ്മൾ തന്നെ ചെയ്തതാണ്. ഇതൊക്കെ നമ്മള് അങ്ങനെ കിട്ടാനില്ല. അത് റെഡ് ബാജിത്. റെഡ് ബാജിത് ഇങ്ങനെ ആവും. നല്ല ഭംഗിയായിട്ട്. അതെ അത് തന്നെയാണ്. ഇതൊക്കെ ടൈഗർ മാർബിൾ ഓറഞ്ച്. ഇതൊക്കെ മദർ പ്ലാന്റുകൾ ആവശ്യക്കാർക്ക് കൊടുക്കും. അതാണ് മാജിക് ഐസ്ക്രീം. സെൻഡായി ഓറഞ്ച്. ഇനി അപ്പുറത്തൊരു നഴ്സറി ഉണ്ട്. ഇത് സൺസ്റ്റോൺ വൈറ്റ്. സെൻഡായി ഓറഞ്ച് അല്ലേ? സെൻഡായി ഓറഞ്ച്. ഇത് ഗോൾഡൻ പെട്രോ ബാമ്പിനോടെ വലിയ പ്ലാന്റുകൾ. ഇതോ തന്നെ? അതെ അതെ, ഗോൾഡൻ പെട്രോ ബാമ്പിനോ. നല്ല സക്കൂറ. സക്കുറ ഗ്രാഫ്റ്റഡ് പ്ലാന്റ്. സക്കുറയുടെ ഗ്രാഫ്റ്റഡ്. സക്കുറ എന്ത് വില ഉണ്ട്? ഒരു ഉദ്ദേശം ഒരു 700 താഴെ വരുത്തുള്ളൂ. ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ പ്ലാന്റ്സ്. ഇഷ്ടംപോലെ ഉണ്ട്. ഇത് ഗോൾഡൻ പെട്രോയുടെ തന്നെ പല സൈസാണ്. ഗോൾഡൻ പെട്രോ 2-3 റേഞ്ചിൽ. പല സൈസ് 2-3 റേഞ്ച്. ഓരോ ഇതനുസരിച്ച് നമ്മൾ. ഇതൊരു പുതിയ വെറൈറ്റിയാണ്. മെറിൻഡു എന്ന് പറയും. മെറിൻഡു. ഇത് കണ്ടിങ്ങനെ വെരിഗേഷൻ ലീഫ് എൻ്റെ വെരിഗേറ്റഡ് വരും. ഇത് ഈ ഷെഡിന് അടിയിൽ ഇരിക്കുന്നുണ്ട്. ഒരു പൂക്കള വൈറ്റ് അല്ലേ? പൂക്കള വൈറ്റ് മെറിൻഡു. ഇത് പിങ്ക് സയാപ്പ്. ഇത് നല്ല ബുഷി പ്ലാന്റ് ആണല്ലേ? അതെ, ബുഷി പ്ലാന്റ്. നല്ല ഭംഗിയാണ്. ഇതൊക്കെ റേഞ്ച് എത്ര ഉണ്ട്? ഇതൊക്കെ ഒരു 700 താഴെ ഉള്ളൂ. ഇത് നമ്മുടെ വീടിന്റെ ഫ്രണ്ട് പോർഷനാണ്. ഇവിടെയും കുറച്ച് ചെടികൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുതിയ വെറൈറ്റീസ് ഒക്കെ ഉണ്ട്. ബട്ടർ കപ്പ് ഉണ്ട്. ഇത് ബട്ടർ കപ്പിന്റെ വലിയ മദർ പ്ലാന്റുകൾ. നമ്മൾ വൈറ്റ് റിംഗ് പോട്ട് 13 ഇഞ്ച് വൈറ്റ് റിംഗ് പോട്ടിലാണ്. നിറയെ ബഡ്സ് ആയിട്ടുണ്ട്. ഒരു ഫ്ലവറിങ് കഴിഞ്ഞ് രണ്ടാമത്തെ ഫ്ലവറിങ് തുടങ്ങിയതാണിത്. ഇത് തിമ്മാറഡ് ചൈന എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. ഇതിന്റെ ഫ്ലവർ നല്ല ചെറിയ പൂക്കൾ. ഇതിന്റെ ലീഫിനാണ് പ്രത്യേകത. ഈ ലീഫിന്റെ വെരിഗേഷൻ പോകത്തില്ല. തിമ്മാറഡ് ചൈനയുടെ വലിയ പ്ലാന്റുകളാണ് നമുക്ക് സെയിലിനുള്ള. ഇതൊക്കെ ബട്ടർ കപ്പ് കേട്ടോ. ഇതെല്ലാം ഈ ചെടികളൊക്കെ കൊടുക്കാനുള്ളതാണ്ടോ? ഇതിപ്പോ വലിയ സൈസ് ഒക്കെ വരുമ്പോൾ എത്ര റേറ്റ് വരുന്നുണ്ട്? 3500. ഇത് ക്രാഫ്റ്റഡ് അല്ലേ? അല്ല, റൂട്ടഡാ. ബട്ടർ കപ്പ് റൂട്ടഡ് ആണിത്. അതാണ് അതിന്റെ പ്രത്യേകത. ബട്ടർ കപ്പ് ഗ്രാഫ്റ്റഡ് അല്ല, ഇത് റൂട്ടഡ് പ്ലാന്റ്സ് ആണ്.
എപ്പോഴും എല്ലാ സ്ഥലത്തും ഈ ക്രാഫ്റ്റഡ് ആണ് കണ്ടേക്കുന്നത്. വാട്ടർ കപ്പ് റൂട്ടഡ് അങ്ങനെ എവിടെയും ആ ഈ വർഷം അവൈലബിൾ ആണ്. ഇത്ര വലിയ പ്ലാന്റ് റൂട്ടഡ് കിട്ടാനില്ല. ഇതോ? ഇത് നമ്മൾ ചില്ലി വെറൈറ്റി മൾട്ടി ആക്കി വെച്ചേക്കുക. അതായത് ഒരു ചട്ടി തന്നെ, ഒരു ചട്ടി തന്നെ. ശരി ശരി. ഇത് കണ്ട 13 ഇഞ്ച് പോട്ടിൽ വൈറ്റ് പോട്ടിൽ ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് ഹാങ്ങിങ് ഇത് ആക്കിയിടാൻ പറ്റത്തില്ല. എവിടെങ്കിലും അതിന്റെ മുകളിലോ അല്ലെങ്കിൽ പൊക്കത്തിൽ എവിടെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ. ചില്ലിയുടെ എല്ലാ കളറും ഉണ്ട്. വേണ്ട ചില്ലി പിങ്ക്, ചില്ലി റെഡ്, ചില്ലി ഓറഞ്ച്, യെല്ലോ, പിന്നെ ഇവിടെ ചില്ലി വൈറ്റും ഉണ്ട്. എല്ലായിടവും ചില്ലി വൈറ്റ് അവൈലബിൾ അല്ല. വേണ്ട ചില്ലി വൈറ്റിന്റെ ഉണ്ട്, ചില്ലി വൈറ്റ് ഉണ്ട്, ചില്ലി ഐസ്ക്രീം ഉണ്ട്. ഇതൊക്കെയാണ് അപ്പുറത്ത് പോകണം. അപ്പുറത്ത് ഇനി വേറൊരു ഗാർഡൻ ഉണ്ട് അല്ലേ? അതെവിടെയാണ്? നടന്നു പോകണോ? ഇവിടത്തെ ഈ ഗാർഡൻ തന്നെ നമ്മൾ വേറെ സ്ഥലത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. ഇതൊരു എഡ്ലിൻ ഗ്രീൻ ലീഫ് എന്ന് പറയുന്നൊരു പ്ലാന്റ്. എഡ്ലിൻ ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഈ പ്ലാന്റ്. എഡ്ലിൻ ഗ്രീൻ ലീഫ് ഇതിന്റെ ഒക്കെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് കുറച്ച് പ്ലാന്റ്. ഇതൊക്കെ ഓൾറെഡി സെറ്റ് ആയില്ലേ? അതെ, ഇത് മിലോബാത്തിക്ക് നമ്മൾ ചെയ്തതാണ്. അപ്പൊ ഇതൊക്കെ കൊടുക്കണം കഴിഞ്ഞപ്പോ എത്ര സമയം എടുക്കും? ഒരു മാസമൊക്കെ കഴിഞ്ഞ് കൊടുക്കാൻ പറ്റും? ഒരു മാസം കഴിഞ്ഞ് കൊടുക്കാത്തില്ല. ഇത് നമ്മൾ സെറ്റായ പ്ലാന്റ് നമ്മൾ കട്ട് ചെയ്തു. കട്ട് ചെയ്തത് റൂട്ടാക്കാൻ വെച്ചു. ടിങ്സ് എടുക്കാൻ വേണ്ടി ചെയ്തതാ. ഇത് ബ്രിസ റെഡിന്റെ മൾട്ടി ചെയ്തതാ. കണ്ട ബ്രിസ പർപ്പിൾ വിരിഞ്ഞു, റെഡ് വിരിഞ്ഞു. അത് വലിയ റൂട്ട് സ്റ്റോക്കിൽ നമ്മൾ ചെയ്തേ. വെരിഗേറ്റഡ് ലീഫ് എല്ലാം കൂടെ ചെയ്തു. ഇത് നമ്മൾ നേരത്തെ കാണിച്ച ആ മാജിക് ലവിന്റെ നല്ലൊരു പ്ലാന്റ് നമ്മൾ ചെയ്തതാ. നമ്മൾ സെയിൽ, ഇത് സെയിലിനുള്ളതാണ്. അങ്ങനെ ഒരുപാടില്ല, നമ്മൾ ചെയ്ത് സെറ്റ് ആവുന്നതനുസരിച്ച് ഡബിൾ ഗ്രാഫ്റ്റിംഗ് ആണ്, അത് കൊടുക്കും. ഇത് മിലോബാത്തിക്കിന്റെ ചെറിയ പ്ലാന്റുകളാണ്, നമുക്ക് കൊടുക്കാനുള്ള പ്ലാന്റുകളാണ്. പുതിയ വെറൈറ്റി മിലോബാത്തിക്ക് ഏറ്റവും പുതിയ വെറൈറ്റി ആണ്. ഇതൊക്കെ ഇത്രയും വലുതായി ഇങ്ങനെ ഫ്ലവറിംഗ് ആയ പ്ലാന്റുകളാണ്. ഞാനിത് പ്രൂൺ ചെയ്ത പ്ലാന്റ് ആണ്. പ്രൂൺ ചെയ്ത് നിർത്തിയേക്കോ. ഇത് നിറയെ ശിഖരങ്ങൾ വരും. SSB പർപ്പിൾ. ഇത് പ്ലാന്റ് നമ്മൾ സെറ്റാന്ന് അങ്ങോട്ട് കൊണ്ടുപോകും. ഇത് വാട്ടർ മെലൺ യെല്ലോ. ഇത് വാട്ടർ മെലൺ കിസിന്റെ യെല്ലോ എന്ന് പറയും. ഇത് പുതിയ വെറൈറ്റി വാട്ടർ മെലൺ യെല്ലോ, പുതിയതാണ്. 7 ഇഞ്ച് പോട്ട്. ഇതൊക്കെ ഇതിൽ വാട്ടർ മെലൺ കിസ് ഉണ്ട്, റൂട്ടഡ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഇവിടെ ഈ ഷെഡിൽ പ്ലാന്റുകൾ സൂക്ഷിക്കും. വലുതാവുമ്പം അപ്പുറത്തെ പ്ലാന്റ് കുറയുന്നതനുസരിച്ച് അങ്ങോട്ട് കൊണ്ടുപോകും. അങ്ങനെയാ. ഹെമാസ്പെർക്ക് യെല്ലോ മിക്സ് എന്ന് പറയുന്നൊരു പുതിയ വെറൈറ്റിയാണ്. ഉദ്ദേശ റേഞ്ച് എത്ര വരുന്നുണ്ട്? എല്ലാവരും 800-നകത്ത്. എല്ലാ വെറൈറ്റികളും 800-നകത്താണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ഡ്രാഗൺ ഫ്ലെയിം അത് സെറ്റായി വരുന്നതേ ഉള്ളൂ കേട്ടോ. ഫ്ലവറിങ് ആയെന്നേ ഉള്ളൂ, കുറച്ചുകൂടെ വലുതാവണം. നല്ല ആവശ്യക്കാർക്ക് കൊടുക്കും. ഡ്രാഗൺ ഫ്ലെയിം. ഇത് നമ്മുടെ റൂട്ടഡ് പ്ലാന്റ്സ് ആണ്. ഒരുപാട് മിക്സഡ് സൺറൈസ് വൈറ്റ് ഉണ്ട് ഇതിനകത്ത്. ബ്രിസ പീച്ച് ഉണ്ട്, സുവർണയുണ്ട്, ഒരുപാട് വെറൈറ്റികളുണ്ട്. ഈ ഒരു വെറൈറ്റിയാണ് ഗോൾഡൻ ബിഗോജിയസ്. ഹാങ്ങിങ്ങിന് പറ്റിയ പ്ലാന്റ് ആണ്. ഏറ്റവും പുതിയ വെറൈറ്റിയാണ്, ലേറ്റസ്റ്റ് വെറൈറ്റി. അതാണ് ഇതിന്റെ ഏതാ കാണിക്കുക. കുഞ്ഞു കുഞ്ഞു ഹാങ്ങിങ് ആണ്. ഇതിങ്ങനെ ഗോൾഡൻ ലീഫ് വരും. നല്ല വെയിലത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഷെഡിൽ സൂക്ഷിക്കലേ നിവൃത്തിയുള്ളൂ. പ്ലാന്റ് വലുതാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഗോൾഡൻ ബിഗോജീസ്. ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്, എന്നാലും 1000 രൂപയ്ക്കകത്തേ വരത്തുള്ളൂ. ഇത് നമ്മൾ പിങ്ക് പാന്തർ. ഇപ്പം നമ്മൾ വലിയ പ്ലാന്റ് കണ്ടല്ലോ പിങ്ക് പാന്തറിന്റെ, അതിന്റെ പ്ലാന്റുകളാണ് പിങ്ക് പാന്തർ. ഒരു 700-നകത്ത് റേറ്റ് വരും. ഇതൊക്കെ ഇവർക്ക് ഹൈവേ ഡെലിവറി ചെയ്യട്ടാ. അത്ര വലിയ സൈസ് അല്ല, ചെറിയ പ്ലാന്റുകൾ. ഇത് ഫയറോപ്പാൽ വെരിഗേറ്റഡ്. അതും പുതിയതാണ്. പിന്നെ ബട്ടർ കപ്പ് ക്രാഫ്റ്റഡ്. ഇത്രയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇതിങ്ങനെ സെറ്റായി വരുന്നുള്ളൂ. മുകളിൽ നമ്പർ കൊടുക്കാം, പിന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ എനിക്ക് നല്ല, കാരണം ഒരു കാറ്റലോഗ് ഉണ്ട്, കാറ്റലോഗ് അയച്ചു തരും കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അടുത്തോളം കാണാമല്ലോ. ഓക്കെ, താങ്ക് യു.